ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വാണ്ടർ വേവ്സിന്റെ തായ്ലൻഡ് സീരീസ് പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പട്ടായയിലെ ഫുഡ് മാർക്കറ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നൂങ് നൂച്ച് വില്ലേജ് ആണ്. അപ്പോൾ അത് നമ്മുടെ നൂങ് നൂച്ച് വില്ലേജിന്റെ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ നൂങ് നൂച്ച് വില്ലേജ് 600 ഏക്കർ ഉണ്ട്. ഈ നൂങ് നൂച്ച് വില്ലേജ് എന്ന് പറഞ്ഞ ഈ സ്ഥലം, ഇവിടെ ഗാർഡൻ ഉണ്ടാവും, അതേപോലെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഓരോ ഷോകളൊക്കെ ഉണ്ടാവും. അതേ കണ്ട ഇവിടെ കണ്ട ആനയുടെ സഫാരി ഒക്കെ ഉണ്ടാവും. ഇതേ കണ്ട ഇവിടെ ഇങ്ങനെ കാക്ടസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതേപോലെ കുറെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പോണ വഴിക്ക് തന്നെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതേ നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ കണ്ട ഡൈനോസറിന്റെ ഓരോ ഡൈനോസറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ നമ്മുടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കാക്ടസ് ഗാർഡൻ ആണ്. അപ്പൊ ഇത് കണ്ട ഒരു ആനയുടെ മേത്ത് ഒരു ചങ്ങല കെട്ടിയിട്ട് ഒരു ആനക്കുട്ടിയുടെ മേത്ത് കെട്ടിയിട്ട് ആനക്കുട്ടി ഇങ്ങനെ ആരോന്ന് ഇങ്ങനെ കളിക്കുന്ന ഇതാണ്. അപ്പൊ ഞങ്ങള് അതിന്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മളൊരു കൾച്ചറൽ ഷോ കാണാൻ വേണ്ടി അവിടുത്തെ ഇവിടെ ഓഡിറ്റോറിയം പോലത്തെ ഒരു സിനിമ ഹാൾ പോലെയാണ് ഇവിടെ ഓഡിറ്റോറിയം. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ കൾച്ചറൽ ഷോ ആയിരിക്കും. അപ്പോൾ അതേ അവിടെ സ്റ്റേജ് നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ അതേ ഇവിടെ സ്ക്രീനിൽ കണ്ട ക്യാമറ വെച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതേ നമ്മളിതെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറേ സീറ്റ് ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇരിക്കാം. നമ്മളിതേ കൾച്ചറൽ ഷോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറേ അതേപോലെ കുറെ രാജ്യങ്ങളുടെ കൾച്ചർ വെച്ചിട്ട് ഉള്ള ഡാൻസും ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ കൾച്ചറൽ ഷോ പോയി കണ്ടിട്ട് അപ്പൊ അത് ഇതെന്ന് പറയണത് അച്ഛനെ പിടിച്ച് പൊക്കണതാണ് ഈ കാണുന്നത്, ആ 2 ആനകൾ കൂടിയിട്ട്. അപ്പൊ പിന്നെ ഒരു ആന ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒറ്റ കയ്യിൽ ഇങ്ങനെ പൊക്കി. അപ്പൊ നമുക്ക് ഈ ഗൈഡ് നമ്മുടെ കൂടിന്റെ അപ്പുറത്തൊരു ആനയുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന് പൈസ കൊടുക്കണം, ഫ്രീ അല്ല. അപ്പോഴേക്കും നമ്മുടെ എലിഫന്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതേ കണ്ട ഇങ്ങനെ ഓരോ ആനകളുടെ മേത്തും ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടിയും വീശി ഇങ്ങനെ വരും. നമ്മുടെ ഇന്ത്യയൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗ് വെച്ചിട്ട് അവരിങ്ങനെ വരും.
അപ്പൊ അത് കണ്ട അവരുടെ എലിഫന്റ് ഷോ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു പോസാണ് അവരുടെ. അപ്പൊ ഇതിലെന്ന് പറയുമ്പോ ഇവിടെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുമ്പോ ആരോ ബലൂൺ ആണ് ഒരു ഗെയിമാണ്. അപ്പൊ ആനകളുടെ കയ്യിൽ ഒരു ആരോ കൊടുക്കും, എന്നിട്ട് അവര് ഇതെടുത്ത് എറിഞ്ഞിട്ട് ബലൂൺ പൊട്ടിക്കും. അതാണ് ഇതിന്റെ പേര്. വേറൊരു ഗെയിമാണ് പോപ്പിംഗ് ബലൂൺ. അപ്പൊ ഇതിൽ ആനകൾ വന്നിട്ട് ചവിട്ടിപ്പിടിക്കും. അപ്പൊ ഈ മത്സരങ്ങളിലൊക്കെ ജയിക്കുന്ന ആനകൾ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ കളിച്ചിട്ട് പൈസ മേടിക്കും. ഇങ്ങനെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുമ്പിക്കൈ ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എലഫന്റ് പെയിന്റിംഗ് ആണ്. ടീഷർട്ടുമ്മലാണ് പെയിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടത്തെ അപ്പുറത്തുള്ള കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും ഈ ആന പെയിന്റ് ചെയ്ത ഷർട്ട്. അതേ കണ്ട ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് അവരിങ്ങനെ പെയിന്റ് ചെയ്യും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോളാണ്. അപ്പൊ അവരിങ്ങനെ ഇവിടുന്ന് പറയുമ്പോ എവിടുന്നേലൊക്കെ ഇങ്ങനെ ഇടും. എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത് വരും. ഇങ്ങനെ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.